അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1310, സൂറത്തു തൗബ 101 മുതൽ 104 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وممن حولكم من الأعراب منافقون ومن أهل المدينة مرضوا على النفاق لا تعلمهم نحن نعلمهم سنعذبهم مرتين ثم يردون إلى عذاب عظيم وآخرون اعترفوا بذنوبهم خلطوا عملا صالحا وآخر سيئا عسى الله أن يتوب عليهم إن الله غفور رحيم خذ من أموالهم صدقة تطهرهم وتزكيهم بها وصل عليهم إن صلاتك سكن لهم والله سميع عليم ألم يعلموا أن الله هو يقبل التوبة عن عباده ويأخذ الصدقات وأن الله هو التواب الرحيم. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. وممن حولكم من الأعراب منافقون. നിങ്ങളുടെ ചുറ്റുമുള്ള ഗ്രാമീണരിൽ നിന്ന് ചിലർ കപടന്മാരായിട്ടുണ്ട്. വമിൻ അഹ്ലിൽ മദീന, മദീനക്കാരിൽ നിന്നും കപടന്മാരുണ്ട്. മറദു അലൻ നിഫാഖി, അവർ കാപട്യത്തിൽ ശക്തി പ്രാപിച്ചിരിക്കുന്നു. ലാ തഅലമുഹും, തങ്ങൾക്ക് അവരെ അറിയില്ല. നഹ്നു നഅലമുഹും, നമുക്ക് അവരെ അറിയാം. സനുഅദ്ദിബുഹും മർറത്തൈനി, 2 തവണ അവരെ നാം ശിക്ഷിക്കുക തന്നെ ചെയ്യും. സുമ്മ യുറദ്ദൂന ഇലാ അദാബിൻ അളീം, പിന്നീട് കടുത്ത ശിക്ഷയിലേക്ക് അവർ മടക്കപ്പെടുകയും ചെയ്യും. വആഖറൂന, മറ്റു ചിലരുണ്ട്, യഅ്തറഫു ബിദുനൂബിഹിം, അവരുടെ തെറ്റുകളെ അവർ ഏറ്റുപറഞ്ഞു, സമ്മതിച്ചു. ഖലത്തു അമലൻ സാലിഹ, അവർ കുറെ നല്ല കർമ്മങ്ങളെ കലർത്തി. വആഖറ സയ്യിഅ, വേറെ കുറെ തിന്മയെയും. കുറെ നല്ലതും ചെയ്തിട്ടുണ്ട്, കുറെ ചീത്തയും ചെയ്തിട്ടുണ്ട്. ആ ചീത്ത അവർ ഏറ്റുപറഞ്ഞു, സമ്മതിച്ചു. അസല്ലാഹു അൻ യതൂബ അലൈഹിം, അവരുടെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കും. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, നിശ്ചയം അല്ലാഹു തആല വല്ലാതെ പൊറുക്കുന്നവനും അടിമകളോട് കാരുണ്യം കാണിക്കുന്നവനുമാണ്. ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ, അവരുടെ ധനത്തിൽ നിന്ന് തങ്ങൾ സക്കാത്ത് സ്വീകരിക്കുക. തുതഹിറുഹും, അതവരെ ശുദ്ധിയാക്കും. വതുസക്കീഹിം ബിഹാ, അതുകൊണ്ട് അവരെ തങ്ങൾ സംസ്കരിക്കുകയും ചെയ്യും. വസല്ലി അലൈഹിം, അവരുടെ മേലിൽ തങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇന്ന സ്വലാത്തക സകനുൽ ലഹും, അവർ തങ്ങളുടെ പ്രാർത്ഥന അവർക്ക് സമാധാനമാണ്. വല്ലാഹു സമീഉൻ അലീം, അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. അലം യഅലമു, അവർക്കറിയില്ലയോ, അന്നല്ലാഹ ഹുവ യഖ്ബലു തൗബത അൻ ഇബാദിഹി, അല്ലാഹു അവന്റെ അടിമകളെ തൊട്ട് പശ്ചാത്താപം സ്വീകരിക്കുമെന്നും വയഖുദു സദഖാത്തി, ധർമ്മങ്ങൾ അവൻ സ്വീകരിക്കുമെന്നും. അന്നല്ലാഹ ഹുവ തവ്വാബുർ റഹീം, അല്ലാഹു വല്ലാതെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും മഹാകാരുണ്യം ചെയ്യുന്നവനുമാണ് എന്നും അവർക്കറിയില്ലയോ എന്ന് അല്ലാഹു തആല ചോദിച്ചു. ഈ സൂക്തങ്ങൾ ഇതിന്റെ മുമ്പത്തെ സൂക്തങ്ങളുമായി നമ്മളൊന്ന് ചേർത്ത് മനസ്സിലാക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മദീനയിലുള്ള കപടന്മാരെ കുറിച്ച് ഏറ്റവും ആദ്യം കുറെ മുമ്പുള്ള സൂക്തങ്ങളിൽ വിശദീകരിച്ചു. പിന്നീട് അയറാബികളിലുള്ള ഗ്രാമീണരിലുള്ള കപടന്മാരെ കുറിച്ചും പറഞ്ഞു. പിന്നീട് അയറാബികളുടെ കൂട്ടത്തിൽ ചിലർ സത്യവിശ്വാസികളായിട്ടുള്ള ആത്മാർത്ഥതയുള്ളവരുണ്ടെന്നും അതേപോലെ തന്നെ വിശ്വാസികളുടെ നേതാക്കൾ ആരാണ്, മുഹാജിറുകളും അൻസാറുകളുമാകുന്ന സഹാബത്ത് സാബിഖീങ്ങളായ സഹാബികളാണ് എന്നുമൊക്കെയാണല്ലോ മുമ്പത്തെ സൂക്തങ്ങളിൽ അല്ലാഹു തആല ഉണർത്തിയത്. അത് ഉണർത്തിയതിനു ശേഷം മദീനയുടെ പരിസരത്തും മദീനയിൽ തന്നെയും കപടന്മാരുണ്ടെന്നും അവരാരാണെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും അല്ലാഹു അത് അറിയുമെന്നും ഉണർത്തിയിരിക്കുകയാണ് ഇവിടെ ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്നെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ സൂക്തങ്ങളുടെ അവതരണത്തിന്റെ കാരണമായി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് തഫ്സീർ ഖാസിനിൽ നമുക്ക് കാണാം. മഹാനായ അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവും ഒരു സംഘം ആളുകളും
അവരുടെ വിഷയത്തിലാണ് ഈ സൂക്തങ്ങൾ ഇറങ്ങിയത്. ഈ അവസാനവുമായി ഖുദ്ബിൻ അംവാലിയും തുടങ്ങിയിട്ടുള്ള, അതേപോലെ വാഖറൂന തറഫു ബിദുനൂബിഹിം തുടങ്ങിയിട്ടുള്ള സൂക്തങ്ങളൊക്കെ ഇറങ്ങിയത് ആരുടെ വിഷയത്തിലാണ്? അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിന്റെയും ഒരു സംഘം സഹാബികളുടെയും വിഷയത്തിലാണ്. അവർ തബൂക്ക് യുദ്ധത്തിന് പോയിരുന്നില്ല. എന്നാൽ പോകാത്തതിന് അവർക്ക് നബിതങ്ങളൊക്കെ പോയതിനു ശേഷം ഖേദം വന്നു. ഞങ്ങൾ ചെയ്തത് ശരിയായില്ല എന്ന തോന്നൽ അവർക്ക് വന്നു. അങ്ങനെ നബിതങ്ങൾ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്നുണ്ട്, മദീനയിലേക്ക് എത്താറായിരിക്കുന്നു എന്ന വിവരം കിട്ടിയപ്പോൾ അവർ നേരെ മദീനത്തെ പള്ളിയിൽ പോയി മദീനയുടെ പള്ളിയുടെ തൂണുകളിൽ അവരവരുടെ ശരീരങ്ങളെ ബന്ധിച്ചു നിർത്തി, കെട്ടി നിർത്തി. എന്നിട്ട് അവർ സത്യം ചെയ്തു പറഞ്ഞു, ഞങ്ങളാ ഈ കെട്ടയക്കില്ല, ഈ കെട്ട് നബിതങ്ങൾ ഞങ്ങളെ തൊപ്പിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കാരണം സ്വീകരിച്ച്, കാരണം എന്ന് പറഞ്ഞാൽ പോകാണ്ടൊക്കാൻ കാരണമൊന്നുമില്ല, ഞങ്ങൾക്ക് അതിനൊരു തെറ്റുപറ്റി എന്നുള്ളത് തങ്ങളെ സ്വീകരിച്ച് ഞങ്ങളെ തങ്ങൾ കെട്ടയച്ചാലല്ലാതെ ഞങ്ങൾ ഈ കെട്ടുന്ന ഇനി ഈ ബന്ധനത്തിൽ നിന്ന് മോചിതരാവില്ല എന്നവർ ശപഥം ചെയ്തു. അങ്ങനെ നബിതങ്ങൾ മടങ്ങി വന്ന്, തങ്ങൾ സാധാരണ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ആദ്യം പള്ളിയിൽ കയറി 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പിന്നെയാണ് ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ പോവുക. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ തങ്ങളുടെ സ്വഭാവം പള്ളിയിൽ നിസ്കരിച്ചിരിക്കും. അപ്പൊ യുദ്ധത്തിന് പോകാത്ത ചില ആളുകളൊക്കെ വന്നിട്ട് അവർ ചില കാരണങ്ങളൊക്കെ ബോധിപ്പിച്ച് നബിതങ്ങൾ അവർ കൊണ്ട് പൊറുക്കലിനെ തേടും. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നബിതങ്ങൾ വീട്ടിലേക്ക് പോകും. അപ്പൊ പള്ളിയിൽ വന്നപ്പോ ഇങ്ങനെ കുറെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പള്ളിയിൽ ഇങ്ങനെ തൂണില് സ്വന്തം കെട്ടി നിൽക്കുന്നുണ്ട്. അപ്പൊ നബിതങ്ങൾ ചോദിച്ചു, ആരാ ഇവരൊക്കെ, എന്തിനാണ് ഇങ്ങനെ കെട്ടി നിൽക്കുന്നത്? അപ്പൊ ആരോ പറഞ്ഞു, ഹൗലായി തഖല്ലഫു അൻക, തങ്ങളിപ്പോ യുദ്ധത്തിന് വരാത്തവരാണവർ, എന്നാൽ വരാതിരിക്കാൻ പ്രത്യേകിച്ച് സ്വീകാര്യമായ കാരണങ്ങളൊന്നും ഇല്ലതാനും, ഇപ്പൊ അവർക്കൊരു മനസ്താപം വന്നതാണ്. അതുകൊണ്ട് ഫഅഹദുല്ലാഹ അല്ലാ യുത്ലിഖു അൻഫുസഹും ഹത്താ തുത്ലിഖഹും അൻത വതർള അൻഹും, തങ്ങൾ അവരെ തൊട്ട് തൃപ്തിപ്പെട്ട് തങ്ങൾ കെട്ടയക്കുന്നത് വരെ അവര് കെട്ടയക്കൂല എന്ന് പടച്ചോനോട് അവരൊരു കരാറുണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന് തന്നെ സത്യം, ഞാൻ ആ കെട്ടയക്കുകയോ അവർക്ക് ഒഴിവ് കഴിവ് നൽകുകയോ ചെയ്യില്ല. അല്ലാഹു തആലാന്റെ ഭാഗത്തുനിന്ന് എനിക്ക് അങ്ങനെ ഒരു നിർദ്ദേശം കിട്ടിയാലല്ലാതെ. കാരണം അവർ യുദ്ധത്തിനെന്തായാലും എന്റെ കൂടെ വന്നില്ല. പിന്നെ ഇനി അതിനുശേഷമുള്ള തീരുമാനം അവരെന്ത് ചെയ്തു, സ്വയമേവ എടുത്തതല്ലേ. അതുകൊണ്ട് ഇനി ആ വിഷയത്തിൽ എന്ത് തീരുമാനം വേണമെന്ന് അള്ളാഹു പ്രഖ്യാപിക്കട്ടെ, അതുവരെ ഞാൻ അതുമായി ബന്ധപ്പെടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോഴാണ് അള്ളാഹു തആല ഈ സൂക്തങ്ങൾ അവതരിപ്പിച്ചത്. വാഖറൂന തറഫു, അവരുടെ കൂട്ടത്തിൽ ചിലരുണ്ട് അവര് കുറ്റം ചെയ്തിട്ടുണ്ട്, ആ കുറ്റം അവർ ഏറ്റുപറയുന്നുണ്ട്, കുറെ നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന അർത്ഥത്തിലുള്ള ആയത്ത് അള്ളാഹു തആല അവതരിപ്പിച്ചത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കെട്ടയക്കുകയും പിന്നീടുള്ള സംഭവങ്ങൾ തുടർന്ന് നമുക്ക് വിശദീകരിക്കാം. അപ്പൊ ഏതായാലും കപടന്മാരെ കുറിച്ചുള്ള ചർച്ച അള്ളാഹു തആല ഒരുപാട് സൂക്തങ്ങളിലൂടെ നടത്തിയതിന്റെ തുടർച്ചയായി തന്നെ അള്ളാഹ് പറയാണ് ഇവിടെ, വമിമ്മൻ ഹൗലക്കും മിനൽ അഅറാബി മുനാഫിഖൂൻ, നിങ്ങളുടെ ചുറ്റുഭാഗത്തുള്ള അഅറാബികളിൽ നിന്ന് ചിലർ കപടന്മാരാകുന്നു എന്ന്. അതായത് മദീനയുടെ പരിസരത്തുള്ള അറബി ഗോത്രങ്ങളിലുള്ള കുറെ ആളുകൾ അവര് കപടന്മാരാണ്. ഒമിൻ അഹ്ലിൽ മദീനത്തി, മദീനക്കാരിൽ നിന്നും കപടന്മാരുണ്ട്. അപ്പം മദീനയിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ കപടന്മാരുണ്ട്. ആ കപടന്മാർ എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരല്ല, മറദു അലൻ നിഫാഖ്, ഒരു കാപട്യത്തിന് മേൽ ശക്തി പ്രാപിച്ചിരിക്കുന്നു. അതായത് കടുത്ത കാപട്യമാണ് അവരുടെ മനസ്സിൽ നിലകൊള്ളുന്നത്. അങ്ങനെയുള്ള ആളുകൾ ലാ തഅലമുഹും, തങ്ങൾക്ക് അവരെ അറിയില്ല, നഹ്നു നഅലമുഹും, നമുക്കവരെ അറിയാമെന്ന് അള്ളാഹു പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവരാരൊക്കെയാണ് എന്ന് അള്ളാഹു തആല തങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുന്നത് വരെ ഉള്ള ഒരു നിലപാടാണ് പറയുന്നത്, തങ്ങൾക്ക് അവരെ അറിയില്ല എന്ന്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവരിൽ പലരെയും അള്ളാഹു തആല അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ രഹസ്യ സൂക്ഷിപ്പുകാരനായ ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹുവിനോട് അവരിൽ നിന്ന് കുറെ ആളുകളുടെ പേര് എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ചിലരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പരസ്യമായി പേര് പറഞ്ഞുകൊണ്ട് മദീനത്തെ പള്ളിയിൽ നിന്ന് പുറത്താക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്താ വെച്ചാൽ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താവൂ പുറത്ത് പറയുകയുള്ളൂ എന്നതാണ് അതിന്റെ സംഗതി. അപ്പൊ നോക്കൂ, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു പറഞ്ഞു, മദീനത്തും അതേപോലെ പരിസര പ്രദേശങ്ങളിലും ഒക്കെ കപടന്മാരുണ്ട്. അവരാരൊക്കെയാണെന്ന് തങ്ങൾക്കറിയില്ല, നമുക്കറിയാം. അവർ കാപട്യത്തിൽ വല്ലാതെ ഉറച്ചുപോയ ആൾക്കാരാണ്.
അതുകൊണ്ട് സനുഅദ്ദിബുഹും മർറത്തൈനി, അവരെ 2 തവണ നാം ശിക്ഷിക്കും. 2 തവണ ശിക്ഷിക്കും എന്ന് പറഞ്ഞാൽ ഒന്ന് ഭൂമിയിൽ വെച്ച് തന്നെ അവരെ അല്ലാഹു തആല വഷളാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വഷളാക്കി ഒന്നിനും കൊള്ളാത്ത അവസ്ഥയിൽ, 5 കാശിനില്ലാത്ത അവസ്ഥയിലാക്കുക. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ശിക്ഷ എന്ന് പറഞ്ഞത് ഖബറിൽ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ബർസഖി ജീവിതത്തിലുള്ള ആ ശിക്ഷ, ഖബറിലുള്ള ശിക്ഷ. ഇബ്നു കസീർ ഉൾപ്പെടെയുള്ള മുഫസ്സിറുകൾ അത് വിശദീകരിച്ചത് കാണാൻ പറ്റും. അപ്പൊ കപടന്മാരായിട്ടുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കടുത്ത ശിക്ഷ നൽകുമെന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു. എന്നിട്ടോ സുമ്മ യുറദ്ദൂന ഇലാ അദാബിൻ അലീം, പിന്നീട് വലിയ ശിക്ഷയിലേക്ക് അവർ മടക്കപ്പെടുകയും ചെയ്യും. അതേതാ? അത് പരലോകത്ത്. മഹ്ശറിലെത്തിയാൽ നരകത്തിലേക്ക് അവർ മടക്കപ്പെടും. അപ്പൊ ഭൂമിയിൽ ജീവിക്കുമ്പോ തന്നെ അല്ലാഹു തആല അവരെ വഷളാക്കും. എന്നിട്ട് ഖബർ ജീവിതത്തിൽ അവർക്ക് കടുത്ത ശിക്ഷയുണ്ടാകും. പരലോകത്തെത്തിയ പിന്നെ ശിക്ഷയുടെ ജനറൽ ബോഡിയിലാണ് അവരെത്തിപ്പെടാൻ പോകുന്നത് എന്നാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്. ഇവിടെ അള്ളാഹുവിന്റെ ഖുർആൻ വിശദീകരിച്ചുകൊണ്ട് നോക്കൂ, എന്തൊരു വലിയ ദുരന്തമാണ് വാസ്തവത്തിൽ. മുത്തുനബിന്റെ കൂടെ നിൽക്കാൻ അവസരമുണ്ടായിട്ട് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെച്ചും അതേപോലെ തന്നെ വിശ്വാസികളെ സ്നേഹിച്ചും പാരത്രികമായ വിജയത്തിന്റെയും ഭൗതിക ലോകത്ത് തന്നെയുള്ള നേട്ടങ്ങളുടെയും ഒക്കെ ഒരുപാട് മേഖലകളിലേക്ക് സഞ്ചരിക്കേണ്ടതിന് പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ അനുഗ്രഹങ്ങളോടൊക്കെ പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനം സ്വീകരിച്ച ആ ഹതഭാഗ്യന്മാർ എന്തുമാത്രം കഷ്ടതയാണ് നമുക്ക് അവരെക്കുറിച്ച് പറയാനുള്ളത് എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഏതായാലും ശരി, നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്നിട്ടും വിശ്വാസത്തിന്റെ വിശുദ്ധിയിലേക്ക് കടന്നു വരാതെ കാപട്യത്തിന്റെ ദുസ്വഭാവം കാത്തുസൂക്ഷിച്ച, അതിൽ കടുത്ത നിലപാട് സ്വീകരിച്ചിട്ടുള്ള, വിശ്വാസികൾക്ക് എന്തെങ്കിലും ഒരു നന്മയുണ്ടാവുന്നത് ഇഷ്ടപ്പെടാത്ത ആളുകളെല്ലാം ആരുടെ കൂട്ടത്തിലുണ്ട്? ആ കപടന്മാരുടെ കൂട്ടത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ നമ്മൾ ചിന്തിക്കൂ, അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് 2 ശിക്ഷയുണ്ടാകും എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ. ഇവിടെ ചില ആളുകൾക്കൊക്കെ മാറ്റം വരികയോ എന്നതുകൊണ്ട് ഇവിടെ ഇബ്നു കസീർ ഇവിടെ സംഭവം പറയുന്നുണ്ട്. ഹാഫിദ് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അബൂദർദാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. എന്ത്? ഒരാൾ ഹർമല എന്ന് പേരുള്ള ഒരാൾ അദ്ദേഹം നബി തങ്ങളുടെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, അൽ ഈമാനു ഹാഹുന വഅശാറ ബിയദിഹി ഇലാ ലിസാനിഹി, നാവിലേക്ക് ഇങ്ങനെ ആംഗ്യം കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഈമാൻ ഇവിടെയാണ്, അതായത് വാചകത്തിലെ വിശ്വാസമുള്ളൂ നബിയെ. വൻ നിഫാഖു ഹാഹുന, കാപട്യം ഇവിടെയാണ് എന്ന് പറഞ്ഞു. വഅശാറ ബിയദിഹി ഇലാ ഖൽബിഹി, ഹൃദയത്തിലേക്ക് ചൂണ്ടി. മനസ്സിൽ വിശ്വാസമല്ല, നാവിലാണ് വിശ്വാസം എന്ന്. വലം യദ്കുരില്ലാഹ ഇല്ലാ ഖലീല, അല്ലാഹനെ വല്ല കൂടുതലൊന്നും പറയാറുമില്ല, ദിക്റുകൾ ധാരാളമായി ചൊല്ലുകയില്ല എന്ന് പറഞ്ഞു. ഹർമുല എന്ന് പറഞ്ഞ ഒരാളെ സംബന്ധിച്ച് മനസ്സിലായോ? അങ്ങനെ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് മൂപ്പരെ പറ്റി തന്നെ അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ജഅൽ ലഹു ലിസാനൻ ദാകിറാ, പടച്ചോനെ അദ്ദേഹത്തിന് ദിക്ർ ധാരാളമായി ചൊല്ലുന്ന ഒരു നാവ് നീ ആക്കണമേ അദ്ദേഹത്തിന്റെ നാവിനെ. വഖൽബൻ ഷാകിറാ, നന്ദിയുള്ളൊരു ഹൃദയവും നീ അദ്ദേഹത്തിന് നിശ്ചയിക്കണമേ. വർസുഖുഹു ഹുബ്ബി, എന്നോടുള്ള മഹബ്ബത്ത്, ഇഷ്ടവും സ്നേഹവും അദ്ദേഹത്തിന് നീ നൽകണമേ. വഹുബ്ബ മൻ യുഹിബ്ബുനി, എന്നെ സ്നേഹിക്കുന്നവരോടുള്ള സ്നേഹവും നൽകണമേ. വസയ്യിർ അംറഹു ഇലാ ഖൈർ, അദ്ദേഹത്തിന്റെ കാര്യത്തെ നന്മയിലേക്ക് ആക്കി തീർക്കണമേ എന്ന് റസൂലുള്ള ദ്വാർന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിന് മാറ്റം വരികയാണ്. നേരത്തെ കാപട്യം മനസ്സിലുണ്ട്, വിശ്വാസം നാവില് മാത്രമുള്ളൂ എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ. ഫഖാല, അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി നബിതങ്ങൾ ദുആ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നഹു കാനലിയ സഹാബും മിനൽ മുനാഫിഖീൻ, എനിക്ക് കപടന്മാരായിട്ടുള്ള കുറെ ചങ്ങാതിമാരുണ്ട്. വകുന്തു റഅസൻ ഫീഹിം, ഞാൻ അവരുടെ ലീഡറായിരുന്നു ഇതുവരെ. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് മനസ്സിന് മാറ്റം വന്നിരിക്കുന്നു. അഫല ആതീക ബിഹിം, ഞാൻ അവരെ തങ്ങളടുത്ത് കൊണ്ടുവരട്ടെയോ എന്ന്. ഖാല, നബി തങ്ങൾ പറഞ്ഞു, മൻ അതാന, നമ്മളടുത്ത് വന്നാൽ ഇസ്തഗ്ഫർനാ ലഹു, അവർക്ക് കൊണ്ട് നമ്മൾ പൊറുക്കലിനെ തേടാം. വമൻ അസറ അലാ ദീനിഹി ഫല്ലാഹു ഔലാ ബിഹി, എന്നാൽ അവനവന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിലോ അവൻ എന്ത് ചെയ്യണമെന്ന് അള്ളാഹു തീരുമാനിക്കും. ഏതായാലും വലാ തഖരിഖന്ന അലാ അഹദിൻ സിത്റാ, ഒരാളുടെയും മറങ്ങൾ പൊളിക്കണ്ട. ഓൻ കപടനാണ്, അവൻ മോശക്കാരനാണ് എന്നൊന്നും എന്ത് ചെയ്യണ്ട. നിങ്ങൾ അവരെക്കുറിച്ചുള്ള രഹസ്യങ്ങളൊന്നും പുറത്തു പറഞ്ഞ ആളുകളുടെ മുന്നിൽ അവരെ നിങ്ങളായിട്ട് വഷളാക്കണ്ട.
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. നോക്കൂ, അപ്പോഴും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ ശല്യമുണ്ടാക്കുന്ന കപടന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരെ ഞാൻ കൊണ്ടുവരാന്ന് പറയുമ്പോഴും അവരുടെ പോലും മറ പൊളിക്കണ്ട എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. അതെ, എന്നാൽ ചിലരെ സംബന്ധിച്ച് അവരുടെ ശല്യം വല്ലാതെ കൂടിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പേരെടുത്ത് പറഞ്ഞ് അവരുടെ മറ പൊളിക്കാൻ നിർദ്ദേശിച്ചതും ഹദീസിലുണ്ട്. ഇബ്നു കസീർ തന്നെ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ മിമ്മൻ ഹൗലക്കും മിനൽ അഅറാബി എന്ന ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചതായി ബഹുമാനപ്പെട്ട ഇബ്നു കസീർ പറയുന്നു. എന്താ? ഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖതീബൻ യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിച്ചു. ആ സംസാരത്തിൽ തങ്ങൾ പറഞ്ഞു, ഉഖ്റുജ് യാ ഫുലാൻ, ഓരോരുത്തർ പേരെടുത്ത് വിളിച്ചുകൊണ്ട് ഇന്നയാള് ഉഖ്റുജ് യാ ഫുലാൻ, ഓ ഇന്നവനെ നീ പള്ളിയിൽ നിന്ന് പുറത്തു പോ, ഫഇന്നക മുനാഫിഖ്, നീ കപടനാണ്. വഖ്റുജ് യാ ഫുലാൻ, വേറൊരാളെ പേര് വിളിച്ചിട്ട് പറഞ്ഞു നീ പുറത്തു പോ, ഫഇന്നക മുനാഫിഖ്, നീ കപടനാണ് എന്ന്. അങ്ങനെ ഫഅഖറജ മിനൽ മസ്ജിദി നാസം മിൻഹും, അവരിൽ നിന്നുള്ള കുറെ ആളുകളെ റസൂലുള്ള പള്ളിയിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ ഫലഹഹും, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വഷളാക്കുകയും ചെയ്തു. അങ്ങനെ ഫജാഅ ഉമറു വഹും യഖ്റുജൂന മിനൽ മസ്ജിദി, ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വരികയാണ്. അപ്പണ്ട് ഈ ആൾക്കാരൊക്കെ പള്ളിയിൽ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങണ്. അപ്പൊ ഫഖ്തബ മിൻഹും ഹയാഅ അന്നഹു ലം യശ്ഹദുൽ ജുമുഅ, ഉമർ റളിയല്ലാഹു അൻഹു അവരൊന്നും മറഞ്ഞു നിന്നു. കാരണം എന്താ? അയ്യോ എനിക്ക് ജുമുഅ കിട്ടിയില്ലല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു വിചാരിച്ചത് ജുമുഅ കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണ് ആൾക്കാർ എന്നാണ്. എനിക്കിന്ന് ജുമുഅ കിട്ടിയില്ലല്ലോ എന്നുള്ള നിലക്ക് എന്തായാലും ഞാൻ ജുമുഅക്ക് പങ്കെടുക്കാത്തത് അവര് കാണണ്ട എന്നുള്ള നിലക്ക് ഉമർ റളിയല്ലാഹു അൻഹു മറഞ്ഞു നിന്നു. വലന്ന അന്നന്നാസ ഖദിൻ സറഫു, ജുമുഅ കഴിഞ്ഞ് തിരിച്ചു വരികയാണ് എന്ന് എന്ത് ചെയ്തു? മഹാനവറുകൾ ധരിച്ചു. എന്നാലോ ഇവര് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടിട്ടുണ്ട്. കണ്ട ഇവര് വഖ്തബഉഹും മിൻ ഉമറ, അവർ ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് അവരും മറഞ്ഞു നിൽക്കാൻ ശ്രമിച്ചു. കാരണം എന്താ? ലന്നു, അവര് വിചാരിച്ചത് അന്നഹു ഖദ അലിമ ബി അംരിഹിം, അവരെ കാര്യം ആൾക്ക് മനസ്സിലായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലായിട്ട് എന്നാണ്. കപടന്മാരായതുകൊണ്ട് ഞങ്ങളെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയതാണെന്നുള്ള വിവരം മനസ്സിലായിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മളെ കണ്ടാൽ ചിലപ്പോൾ മൂപ്പരെന്തെങ്കിലും പ്രതികരിച്ചുകൂടായില്ല. അതുകൊണ്ട് അവര് ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ ശ്രമിച്ചു. ഏതായാലും ഫജാഅ ഉമറു ഫദഖലൽ മസ്ജിദ, ഉമർ റളിയല്ലാഹു അൻഹു വന്ന് പള്ളിയിലേക്ക് കയറിയപ്പോൾ ഫൈദൻ നാസു ലം യുസല്ലു, ജനങ്ങൾ നിസ്കരിച്ചിട്ടില്ല, ജുമുഅ നിസ്കാരം നടന്നിട്ടില്ല. അപ്പൊ അതിന് മുമ്പ് നടന്ന സംഭവമാണ്. ഫഖാല ലഹു റജുലുൻ മിനൽ മുസ്ലിമീൻ, അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, അബ്ശിർ യാ ഉമർ, ഉമറെ നിങ്ങൾ സന്തോഷിച്ചോളൂ, ഖദ് ഫലഹല്ലാഹുൽ മുനാഫിഖീനൽ യൗം, അല്ലാഹു തആല കപടന്മാരെ ഇന്ന് വഷളാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാൻ ഈ സംഭവം വിശദീകരിച്ചുകൊണ്ട് ഫഹാദൽ അദാബുൽ അവ്വൽ, ഇതാണ് ആദ്യത്തെ ശിക്ഷ. അവരെ രണ്ടുവട്ടം ശിക്ഷിക്കും പറഞ്ഞില്ലേ, അതിൽ ഒന്നാമത്തെ ശിക്ഷ ഇതാണ്, ഭൂമി നന്നഹിൻ അഖ്റജഹു മിനൽ മസ്ജിദി, പള്ളിയിൽ നിന്ന് പുറത്താക്കിയിട്ട് വഷളാക്കിയതാണ് ഒന്നാമത്തെ ശിക്ഷ. വല്ലഅദാബുസ്സാനി, രണ്ടാമത്തെ ശിക്ഷ അദാബുൽ ഖബരി, ഖബർ ശിക്ഷയാണ്. അദാ സനുഅദ്ദിബുഹും മറത്തൈനി, ആ കപടന്മാരെ 2 തവണ ശിക്ഷിക്കും എന്ന് ബഹുമാനപ്പെട്ട ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. നോക്കൂ, ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നിൽക്കാനുള്ള അവസരം വന്നിട്ടും അത് ഉപയോഗപ്പെടുത്താതെ കാപട്യത്തിന്റെ സ്വഭാവം സ്വീകരിച്ചവർ, ആ സ്വീകരിച്ച ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കും. അവരിൽ നിന്ന് 12 ആളുകളുടെ പേര് പ്രത്യേകം ഹുദൈഫത്ത് ബിനുൽ യമാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പുകാരനായിട്ടുള്ള ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനെ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു. ഇവിടെ കുറച്ചാൾക്കാരപ്പോ പരസ്യമായിട്ട് പറഞ്ഞല്ലോ. അതല്ലാത്ത പബ്ലിക് ആക്കിയിട്ടില്ലാത്ത 12 ആളുകളുടെ പേര് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുത്തിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ ആ പറഞ്ഞ ആളുകളിൽ കൂടെ കൂട്ടത്തിൽപ്പെട്ടവരാണോ അല്ലേന്ന് സംശയം തോന്നുന്ന ആളുകളെ സംബന്ധിച്ചെല്ലാം അവരുടെ മേൽ മയ്യിത്ത് നിസ്കരിക്കേണ്ട ഒരു അവസരം വന്നാൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നളറ ഇലാ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനെ നോക്കും. ഫൈൻ സല്ല അലൈഹി, ഹുദൈഫ റളിയല്ലാഹു അൻഹു നിസ്കരിക്കുകയാണെങ്കിൽ എന്താവും? ഉമർ റളിയല്ലാഹു അൻഹു മയ്യിത്ത് നിസ്കരിക്കും. വഇല്ലാ തറക്കഹു, അല്ലെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിക്കില്ല, കപടനാണ് എന്ന് മനസ്സിലാക്കും. അപ്പൊ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇങ്ങനെ കപടന്മാരുടെ പേര് പറഞ്ഞു കൊടുത്തു എന്ന് മനസ്സിലായപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ചോദിച്ചു, അൻഷുദുക ബില്ലാഹ്, പടച്ചോനെ മുൻനിർത്തി നിങ്ങളോട് ഞാൻ ചോദിക്കാണ് ഹുദൈഫ തങ്ങളെ, ആ മിൻഹും ആന, തങ്ങളാ കപടന്മാര് എന്ന് പറഞ്ഞ പേര് പറഞ്ഞ കൂട്ടത്തിൽ ഞാനുണ്ടോ എന്ന്. നോക്കൂ സഹാബത്തിന്റെ ഭയം എത്രമാത്രം ഉണ്ട് എന്നുള്ളത്. ഞാൻ കപടനാണോ? ആ കപടന്മാരെ പേര് പറഞ്ഞുകൊടുത്ത് ഞാനുണ്ടോ എന്ന് ചോദിച്ചു. കാലല, നിങ്ങളില്ല,
നിങ്ങൾ ആ കൂട്ടത്തിലില്ല, മനസ്സിലായില്ലേ എന്ന് ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയും ചെയ്തു. അപ്പൊ ഏതായാലും ശരി, ഈ സൂക്തത്തിന്റെ വിശദീകരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല കപടന്മാര് ധാരാളം ശല്യക്കാരുണ്ടെന്നും അവര് കടുത്ത കാപട്യം വെച്ച് പുലർത്തുന്ന അഥവാ മനസാക്ഷിക്കുത്തില്ലാത്ത വിധം കാപട്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൈകാര്യം ചെയ്യും, ഭൂമിയിലും അതേപോലെ ഖബറിലും പരലോകത്തെത്തിയാൽ സുമ്മ യുറദ്ദൂന ഇലാ അദാബിൻ അളീം, കടുത്ത ശിക്ഷയിലേക്ക് അവർ മടക്കപ്പെടുകയും ചെയ്യുമെന്നാണ് സൂചിപ്പിച്ചത്. ബാക്കിയുള്ള സൂക്തങ്ങളുടെ വിശദീകരണം അടുത്ത ക്ലാസ്സിൽ പറയാം ഇൻഷാ അല്ലാഹ്. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.